ഹലോ, അപ്പോൾ നമുക്ക് ഇന്നൊരു ഫിഷ് ബിരിയാണി റെസിപ്പി നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 2 വലിയ സവാള തിന്നായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുമ്പോൾ പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതിൻ്റെയൊക്കെ അളവ് കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു തക്കാളി പേസ്റ്റാക്കി വെച്ചത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മസാലപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ പാകത്തിന് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില, പിന്നെ ഇതെല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് പാകത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫിഷ് മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പിന്നെ ഉപ്പ്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് കുറച്ച്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്, വെളിച്ചെണ്ണ, ഇത്രയാണ് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കിതിലേക്ക് റൈസ് ലെയർ ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ റൈസ് ബസ്മതി റൈസാണ് എടുത്തത്. അത് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സാധാരണ ബിരിയാണിക്ക് റൈസ് വേവിക്കുന്ന പോലെ തന്നെ എല്ലാ സ്പൈസസും കറുവപ്പട്ട, കരയാമ്പൂ, ഏലക്കായ, കുരുമുളക് എല്ലാം ആഡ് ചെയ്ത് കുക്ക് ചെയ്തെടുത്ത റൈസാണ്. അത് ഇതുപോലെ ലെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ മല്ലിയില, നെയ്യ്, പിന്നെ കളർ വേണമെങ്കിൽ കളറൊക്കെ ആഡ് ചെയ്ത് ഇതുപോലെ ലെയർ ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂർ സിമ്മിലിട്ട് ദം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ബിരിയാണി റെഡിയാണ്. ചൂടോടെ സെർവ് ചെയ്യാം.